പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മറിയത്തിൻ്റെ പ്രത്യേകമായ ദൗത്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു പൊങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കുകയായിരുന്നു. മാതാവ് ആരായിരുന്നുവെന്നും മാതാവിൻ്റെ പ്രത്യേകമായ ദൗത്യം എന്തായിരുന്നുവെന്നും എല്ലാം നാം കണ്ടു. നമുക്കറിയാം, മരിയഭക്തി തിരുസഭയുടെ ആരംഭം മുതൽ സഭയിൽ വളർന്ന ഒരു പ്രതിഭാസമാണ്. അത് സ്വാഭാവികമായി തന്നെ വളർന്നു വന്നതാണ്. തിരുസഭയോളം പഴക്കമുണ്ട് മരിയഭക്തിക്ക്. എന്നാൽ ചരിത്രത്തിൽ ഉറങ്ങിയും ഉണർന്നും മരിയഭക്തി വർദ്ധിച്ചും കുറഞ്ഞും എല്ലാം തിരുസഭയിൽ വന്നിരുന്ന കാലങ്ങളുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം എല്ലാ കാലത്തും സഭാധികാരികൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന് ശേഷം സഭയിൽ പരിശുദ്ധ മറിയത്തിന് വ്യക്തമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ തൻ്റെ ശ്ലാഘിക ലേഖനത്തിലൂടെ മരിയഭക്തി എന്ന ആ ലേഖനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയെ വളരെയധികം പ്രചരിപ്പിക്കുകയും ഓരോ കുടുംബങ്ങളിലും ഈ ഭക്തി നിലനിൽക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനം രക്ഷകൻ്റെ അമ്മ എന്ന ആ ചാക്രിക ലേഖനത്തിലൂടെയും മാതാവിൻ്റെ സ്ഥാനത്തെപ്പറ്റിയും മാതാവിന് ഇന്ന് കൊടുക്കേണ്ട ബഹുമാനത്തെപ്പറ്റിയും മാതാവിനോടും നാം കാണിക്കേണ്ട ഭക്തിയെപ്പറ്റിയും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായും വലിയൊരു മരിയ ഭക്തനാണ്. തൻ്റെ പ്രബോധനങ്ങളിൽ വ്യക്തമായി നമുക്ക് മാർപ്പാപ്പ തൻ്റെ സന്ദേശം നൽകുന്നു. മേരി നമ്മുടെ അമ്മയാണ്. ആ മേരിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ അവിടെ യേശുവിൻ്റെ വചനം പൂർത്തിയാകുകയാണ് എന്ന്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, നവസുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മ അത് മേരി എന്നാണ്. ഇതൊക്കെയാണ് സത്യമെങ്കിലും നമ്മളുടെ സഹോദരിൽ ചിലർ മാതാവിൻ്റെ മധ്യസ്ഥത്തെപ്പറ്റിയും മാതാവിൻ്റെ തിരുസഭയോടുള്ള സ്നേഹത്തെപ്പറ്റിയുമൊക്കെ സംശയിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടെ നാം ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്. ഇതേ സംബന്ധിച്ച് പല എഴുത്തുകളും ശാലോമിൽ വന്നു. ആ എഴുത്തുകളിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ശാലോമിൽ വന്ന ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അച്ഛാ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ഒരു കത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെപ്പറ്റി ഒരു എപ്പിസോഡിൽ അച്ഛൻ പറയുകയുണ്ടായല്ലോ. എന്തടിസ്ഥാനമാണ് അതിന് ബൈബിളിലുള്ളത്? യേശുവിൻ്റെ അമ്മയുടെയോ വിശുദ്ധരുടെയോ മധ്യസ്ഥത കൂടാതെ തന്നെ നമുക്ക് ക്രിസ്തുവിൽ എത്തിച്ചേരാമല്ലോ. പിന്നെ എന്തിനാണ് അവരുടെ മധ്യസ്ഥത? അത് കൂടുതലായി അച്ഛനൊന്ന് വിവരിക്കാമോ? നമ്മൾ കഴിഞ്ഞ 19ാമത്തെ എപ്പിസോഡിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തത്. ഇപ്പോൾ ഈ എഴുത്തിൽ അടങ്ങിയിരിക്കുന്ന ഇതാണ്: പരിശുദ്ധ അമ്മയുടേതോ വിശുദ്ധരുടെയോ സഹായം കൂടാതെ തന്നെ, മധ്യസ്ഥത കൂടാതെ തന്നെ നമുക്ക് ക്രിസ്തുവിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ അതുപോലെ എനിക്ക് നിങ്ങളോടും കൂടി ചോദ്യം ചോദിക്കാനുണ്ട്. ദൈവത്തിന് എന്തിന് യേശുക്രിസ്തു എന്ന മധ്യസ്ഥം വഴി ഈ രക്ഷ നേടിയെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ദൈവം വിചാരിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് ഈ രക്ഷാകരകൃത്യം പൂർത്തിയാക്കാമായിരുന്നു. പക്ഷെ ദൈവം അവിടെ തിരുമനസ്സായത് തൻ്റെ തിരുക്കുമാരൻ വഴി, തൻ്റെ തിരുക്കുമാരൻ്റെ മധ്യസ്ഥം വഴി ഈ ലോകത്തിലേക്ക് രക്ഷ കൊണ്ടുവരുവാനും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യകുലത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാനുമാണ്. അത് ദൈവത്തിൻ്റെ മാർഗമാണ്. ഇനി യേശു തിരഞ്ഞെടുത്തതും മധ്യസ്ഥത്തിൻ്റെ മാർഗമാണ്. യേശുവിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. പക്ഷേ നമുക്ക് യേശുവിനെ അറിഞ്ഞതെങ്ങനെയാണ്? യേശുവിനെപ്പറ്റി യേശുവിൽ എത്തിച്ചേരാനുള്ള മാർഗം കണ്ടത് എങ്ങനെയാണ്? അത് നമ്മുടെ മാതാപിതാക്കൾ കൂടിയല്ലേ.
അവരുടെ വിശ്വാസമല്ലേ നമ്മളിലേക്ക് കടന്നു വന്നത്. അവരല്ലേ ആദ്യമായി നമ്മളെ യേശുവിലേക്ക് എത്തിച്ചത്. യേശുവിനും എനിക്കുമുള്ള മധ്യസ്ഥരായി അവർ നിന്നു. ദൈവത്തിൻ്റെ മാർഗം അതാണ്. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധരും. യേശു തന്നെ തൻ്റെ രക്ഷാകര കർമ്മം തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ഉത്ഥാനം ചെയ്ത ശേഷം യേശു ഏൽപ്പിക്കുന്നത് സ്ലീഹന്മാരെയാണ്, സാധാരണ മനുഷ്യരെ. അവരുടെ മധ്യസ്ഥത്തിലൂടെയാണ് ദൈവവചനം ലോകം മുഴുവൻ വ്യാപിക്കുവാൻ ഇടയായത്. അവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുവിന് അതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. യേശു സർവശക്തനാണ്. യേശുവിന് എല്ലാവരെയും ഒരു നിമിഷം കൊണ്ട് തൻ്റെ പക്കലേക്ക് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ യേശു തിരഞ്ഞെടുത്ത മാർഗം പിതാവിൻ്റെ മാർഗമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ ഭക്ഷണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നാണ്. അതാണ് മധ്യസ്ഥത്തിലൂടെ ഇന്നും കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, പുതിയ സുവിശേഷത്തിലും അതുപോലെ തന്നെ ലേഖന ഭാഗത്തും പരസ്പരം പ്രാർത്ഥിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും യേശു ആവശ്യപ്പെടുന്നു, സ്ലീഹന്മാർ ആവശ്യപ്പെടുന്നു. യേശു തന്നെ മത്തായിയുടെ സുവിശേഷം 9:37 ആ ഭാഗമൊന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 9:37. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം 9 വാക്യങ്ങൾ 37-38. അവൻ അവരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. യേശു തന്നെ മധ്യസ്ഥത ആവശ്യപ്പെടുകയാണ് ഇവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും. അതായത് വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഐക്യത്തിൽ പ്രാർത്ഥിക്കുക, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക, അത് യേശു കാണിച്ചു തന്ന മാർഗമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാനവും അതാണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദീകരിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നാം കാണുന്നത് യേശു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ യേശു തന്നെ ആവശ്യപ്പെടുമ്പോൾ സ്നേഹത്തിൻ്റെ ഹൃദയൈക്യത്തിൻ്റെ ഭാഷയിലാണ് യേശു സംസാരിക്കുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ പ്രാർത്ഥനയുണ്ട്, എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ സ്നേഹമുണ്ട്. ഇതാണ് നമ്മുടെ കൂട്ടായ്മ. ഇവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇനി വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗീയ മധ്യസ്ഥരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരും നമ്മുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. അപ്പോൾ അവർ വഴി പ്രാർത്ഥിക്കുവാൻ യേശു തന്നെ തന്ന മാർഗമാണ്. യേശു തന്നെയാണ് നമ്മളെ ഇത് പഠിപ്പിച്ചത്. യേശു പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യത്തിൽ, 2-3 പേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ വരുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. അവരുടെ മധ്യേ എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ നാം കാണുന്ന ഇതാണ്. പൗലോസ്ലിയുടെ ജീവിതം എടുക്കുക. പൗലോസ്ലിയ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നു, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ പൗലോസ്ലിയയുടെ ഓരോ പ്രാർത്ഥനയും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഇനി യേശു പറഞ്ഞു, നിങ്ങൾ 2-3 പേർ ഒരുമിക്കുന്നിടത്ത് ഞാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളല്ല, ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കുന്നു. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ സ്വർഗീയ മധ്യസ്ഥരെ വിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അവർ ജീവിക്കുന്നു. നമ്മുടെ ദൃഷ്ടികൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ലെങ്കിലും, കാരണം യേശുവിൽ വിശ്വസിച്ചിരുന്നു, യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചു, യേശുവിൽ പുതിയ മനുഷ്യരായി. അങ്ങനെ യേശുവിൽ പുതിയ ജീവൻ പ്രാപിച്ചു. അവർ മരിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ വരുന്നു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ജീവിക്കുന്നു, നമ്മളല്ല, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോടുകൂടി ഒന്നുചേർന്ന് അത് യേശുവിൽ ലയിച്ചു ചേരുകയാണ്. അപ്പോൾ അത് യേശുവിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുന്നു. ഇതാണ് പൗലോസ്ലിയ
റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ആത്മാവിൻ്റെ അന്തരാളത്തിൽ കുടികൊള്ളുന്ന ആ പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന്. മാത്രമല്ല പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3:9 പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അതായത് ദൈവത്തിൻ്റെ പ്രവർത്തനം ഇന്ന് ഞങ്ങളിലൂടെ ദൈവം നടത്തുകയാണ്. ഇതാണ് മധ്യസ്ഥത. അപ്പോൾ ആ കൂട്ടുവേലക്കാർ ചെയ്യുന്ന ഏറ്റവും ഉദാത്തമായ പ്രവർത്തനം പ്രാർത്ഥനയാണ്, ഒന്നിച്ചുള്ള പ്രാർത്ഥന. ഇതേപ്പറ്റി തിരുസഭ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കണം എന്നത്, എന്ത് അടിസ്ഥാനത്തിലാണ് നാം അത് ചെയ്യുന്നതെന്ന് തിരുസഭയുടെ പഠനം മുഴുവൻ 2000 വർഷത്തെ പാരമ്പര്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2683 നമ്പറാണ്. ഞാനൊന്ന് വായിക്കാം. നമുക്ക് മുമ്പേ രാജ്യത്തിൽ പ്രവേശിച്ച സാക്ഷികൾ, പ്രത്യേകിച്ച് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുള്ളവർ, ജീവിത മാതൃക വഴിയും പിൻതലമുറക്കാർക്കായി അവർ നൽകിയിട്ടുള്ള കൃതികൾ, മധ്യസ്ഥത, പ്രാർത്ഥന എന്നിവയിലൂടെയും സജീവമായ പ്രാർത്ഥനാ പാരമ്പര്യത്തിൽ പങ്കുചേരുന്നുണ്ട്. അവർ ദൈവത്തെ ധ്യാന വിഷയമാക്കുകയും പ്രകീർത്തിക്കുകയും ഭൂമിയിൽ അവർ ഉപേക്ഷിച്ച് പോന്നവരെ പ്രതി നിതാന്ത ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പല കാര്യങ്ങളുടെയും മേലുള്ള ചുമതല അവർക്ക് നൽകപ്പെട്ടു. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവിക പദ്ധതിക്ക് വേണ്ടി അവർ നൽകുന്ന ഏറ്റവും ഉദാത്തമായ സേവനമാണ്. നമുക്കും ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ സാധിക്കും, അഭ്യർത്ഥിക്കണം. ഇതാണ് തിരുസഭയുടെ പ്രബോധനം. അതായത് നമുക്ക് മുമ്പേ കടന്നുപോയവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലേറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന മറിയം നമ്മുടെ അമ്മയാണ്. ഒരമ്മയുടെ സ്നേഹത്തോടെ, അമ്മയുടെ ഉത്തരവാദിത്തോടെ നമ്മൾ സംരക്ഷിക്കുന്നു. ഇതാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മളുടെ മധ്യസ്ഥത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത്. ഇതിന് ബൈബിളിൽ വ്യക്തമായ ഇതിനടിസ്ഥാനമുണ്ട്, സഭയുടെ പാരമ്പര്യത്തിൽ അനുഭവമുണ്ട്, സഭയുടെ പ്രബോധനം നമ്മെ ഇതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മേരിയുടെ മധ്യസ്ഥയുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിൽ നിന്ന് അനീഷ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കമാണ് ഞാൻ വായിക്കുന്നത്. പലപ്പോഴും കത്തോലിക്ക സഭയും പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇതര ക്രൈസ്തവ സഭകളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന നിങ്ങൾ എന്തുകൊണ്ട് മേരിക്ക് കൊടുക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മേരിയെ ആരാധിക്കുകയാണോ മര്യഭക്തി വഴി ചെയ്യുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? ഈ കാര്യത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആരാധന, എന്താണ് വണക്കം. ആരാധന എന്ന് പറയുന്നത് അത് ദൈവത്തിന് വേണ്ടി മാത്രം അർപ്പിക്കപ്പെടുന്ന സ്നേഹമാണ്, ആദരമാണ്. അതിൽ ഒരു വ്യക്തി പൂർണ്ണമായി തന്നെ സമർപ്പിക്കുന്നു, അതാണ് ആരാധന. അതേസമയം വണക്കം എന്ന് പറയുന്നത് അത് സൃഷ്ടികൾക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. ആരാധന സൃഷ്ടികർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ കാര്യം സഭ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രതിഭാസം സഭാ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. എന്ന് തിരുസഭയിൽ യേശുവിൻ്റെ അമ്മയോട് ഭക്തി തുടങ്ങിയോ, എന്ന് ഭക്തകൃത്യങ്ങളിലൂടെ അമ്മയെ ബഹുമാനിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ അമ്മയ്ക്കെതിരായ വിമർശനവും ഉണ്ടായിരുന്നു. എന്നാൽ കത്തോലിക്ക സഭ ആരംഭം മുതൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരിക്കലും ആരാധന അർപ്പിക്കുന്നില്ല, ആരാധന ദൈവത്തിന് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് 757 7ാമത്തെ സൂനോദോസിൽ വെച്ച് ഇതിന് വ്യക്തമായ ഒരു നിർവചനം നൽകി. എന്താണ് ആരാധന, എന്താണ് വണക്കമെന്ന്. അതിപ്രകാരമാണ്. അത് ലത്തീൻ ഭാഷയിൽ ലാത്രിയ എന്ന് പറയും. ലാത്രിയ എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവത്തിന് മാത്രം കൊടുക്കുന്ന ആരാധനയാണത്.
ഒരു സൃഷ്ടവസ്തുവിനോ ഒരു സൃഷ്ടിക്കപ്പെട്ട വ്യക്തിക്കോ അത് കൊടുക്കുകയില്ല. ത്രിത്വൈക ദൈവത്തിന് മാത്രം. രണ്ടാമത്തത് ഹൈപ്പർ ഡൂലിയ. അത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന വണക്കമാണ് സഭ. അതൊരു പ്രത്യേകമായ സ്നേഹ, ബഹുമാന, ആദരവാണത്. കാരണം അമ്മ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നതിൻ്റെ ബഹുമാനമായിട്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നതാണ് ഹൈപ്പർ ഡൂലിയ എന്ന ആ വണക്കം. അത് ആരാധനയല്ല, അത് ഭക്തകൃത്യമാണ്, മേരിയോട് കാണിക്കുന്ന ബഹുമാനമാണ്. മൂന്നാമത്തെ ഡൂലിയ എന്ന് പറയും. ഡൂലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനം, വിശുദ്ധർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണ്. അതുകൊണ്ട് ഏത് വ്യക്തി എന്ന് പറഞ്ഞാലും നമ്മൾ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്, ആരാധന ദൈവത്തിന് വേണ്ടി മാത്രം. പരിശുദ്ധ അമ്മയ്ക്ക് നാം കൊടുക്കുന്നത് ഹൈപ്പർ ഡൂലിയ, പ്രത്യേകമായ വണക്കം, പ്രത്യേകമായ സ്നേഹം. നാം നമ്മുടെ അമ്മയോട് കാണിക്കുന്നത് പോലെ ഉള്ള ഒരു പ്രത്യേകമായ സ്നേഹം, അതാണ് സഭയുടെ പഠനം. ഇതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞത്, നമ്മൾ പരിശുദ്ധ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു. എന്നിട്ട് വിശുദ്ധൻ പറയുകയാണ്, എത്ര സ്നേഹിച്ചാലും യേശു സ്നേഹിച്ച അത്രയും സ്നേഹിക്കുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കുകയില്ല. രണ്ടാം വത്തിക്കാൻ സുനോദോസ് ഈ ഒരു വിഷയം എടുക്കുകയും പഠിക്കുകയും ചെയ്തു. എന്നിട്ട് തിരുസഭ മക്കൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ജനതകളുടെ പ്രകാശം എന്ന ആ സുനോദോസിൻ്റെ ആ പ്രമാണരേഖയിൽ പറയുന്ന ഇതാണ്: ഈ കത്തോലിക്ക വിശ്വാസം പരിശുദ്ധ സുനോദോസ് അവധാനപൂർവ്വം പഠിപ്പിക്കുകയും പരിശുദ്ധ കന്യകയോടുള്ള വണക്കം പ്രത്യേകിച്ച് തിരുക്കർമ്മ വിധികളിലൂടെ ഔദാര്യപൂർവ്വം വർദ്ധിച്ചു കൊണ്ടുവരണമെന്ന് സഭാ സന്താനങ്ങളെ എല്ലാവരെയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനായി നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധന അധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ വിലമതിക്കുകയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധ കന്യകയുടെയും പുണ്യവാന്മാരുടെയും സ്വരൂപങ്ങൾ വണങ്ങുന്നതിനെപ്പറ്റി മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ ആദരപൂർവ്വം പിൻചെല്ലുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നതിന് സഭ ഒരിക്കലും എതിരല്ല. പക്ഷേ അതിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കാൻ പാടില്ല. തിരുസ്വരൂപങ്ങൾക്ക് അതിൻ്റേതായ ബഹുമാനം, ആദരവ് നമ്മൾ കൊടുക്കുന്നു. വീണ്ടും സഭ പറയുകയാണ്, യഥാർത്ഥ ഭക്തി ശുഷ്കവും ക്ഷണികവുമായ വികാരത്തിലോ മിഥ്യാവിശ്വാസത്തിലോ അല്ല അടങ്ങിയിരിക്കുന്നതെന്ന് വിശ്വാസികൾ ഓർത്തിരിക്കേണ്ടതാണ്. മറിച്ച് അടിയുറച്ച വിശ്വാസത്തിൽ നിന്നാണ് അത് പുറപ്പെടുന്നത്. ഇതുമൂലം ദൈവജനനിയുടെ മാഹാത്മ്യം അറിയാൻ ഇടവരികയും അവളെ പുത്രസഹജമായി സ്നേഹിച്ച് അവളുടെ സുഹൃത്തുക്കൾ അനുകരിക്കാൻ പ്രചോദനം ലഭിക്കുകയും ചെയ്യുന്നു. ഈ മരിയ വണക്കത്തിൻ്റെ എല്ലാം സാരാംശം ഇതാണ്. പരിശുദ്ധ അമ്മയുടെ സുഹൃത്തുക്കൾ നമ്മൾ അറിഞ്ഞ് അനുകരിച്ച് നമ്മൾ യേശുവിൻ്റെ പക്കലേക്ക് പോകുന്നു. അപ്പോൾ മരിയ വണക്കം നമ്മെ യേശുവിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഭ എല്ലാ കാലവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം, ബഹുമാനം, ഭക്തി സഭ മക്കളുടെ ഇടയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നത്. പരിശുദ്ധ അമ്മ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് എപ്രകാരമാണ് തിരുസഭയിൽ പ്രചോദനമായി, മാതൃകയായി നിലകൊള്ളുന്നുവെന്ന് ഈ എപ്പിസോഡിലൂടെ നാം പഠിക്കുകയായിരുന്നു. പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമവുമായിരുന്നു നാം കണ്ടു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് യഥാർത്ഥത്തിൽ ശക്തമായ അടിസ്ഥാനം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്, അതുപോലെ തന്നെ സഭാപ്രബോധനത്തിലുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥയായി എടുക്കുക എന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. നമ്മളാണ് അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരും. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ലഭിക്കുന്നു. ഇതിനെല്ലാം നമ്മളുടെ കുടുംബം തന്നെ വലിയൊരു നമ്മളെല്ലാവരും ഇതിൻ്റെ അനുഭവസ്ഥരാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം, വിശുദ്ധരെ വിളിച്ചപേക്ഷിക്കാം. കാരണം അവരുടെ സാന്നിധ്യം എന്നും നമ്മളോട് കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം
നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങൾക്കായി നേരുന്നു. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.